ശ്രീ എം ജയചന്ദ്രൻ, രാഹുൽ ഗാന്ധി ഇന്ന് രണ്ടിടങ്ങളിലാണ് കണ്ണൂരിലും കോട്ടയത്തും ഒരേ സ്വരത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കാത്തത് എന്താണെന്ന്. DK ശിവകുമാർ കേരളത്തിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ ഇതേ കാര്യങ്ങൾ പറയുന്നു. അതായത് രാഹുൽ മാത്രമല്ല മറ്റ് ദേശീയ നേതാക്കളും ഇതേ കാര്യം ആവർത്തിക്കുകയാണ്. ഇത് പക്ഷേ ആദ്യം രാഹുൽ ഗാന്ധി ഇത്തരമൊരു ആരോപണം പിണറായിക്കെതിരെ കടുപ്പിച്ചു പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വാർത്താ സമ്മേളനങ്ങളിൽ സ്ഥിരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിനേക്കാൾ അതിശക്തമായ രീതിയിൽ രാഹുലിനെതിരെയാണ് പിണറായി വിജയൻ പറയുന്നത്. ഇതിനുള്ള ഒരു തിരിച്ചടിയല്ലേ രാഹുൽ നൽകിക്കൊണ്ടിരിക്കുന്നത്? മഞ്ജുഷ, ഇതിൻ്റെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഈ കോൺഗ്രസിന്, ഈ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ശക്തരായ പ്രതിപക്ഷ നേതാക്കളെ എപ്പോഴും അതിഭയങ്കരമായ പേടിയാണ്, ഭയമാണ്. അത് ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്ന അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വന്നിരുന്ന് പറയുന്ന ഒരു ഡയലോഗൊന്നുമല്ല, തെളിവാണ് പറയുന്നത്. ഇപ്പോ അരവിന്ദ് കെജ്രിവാളിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ഈ സഖ്യ നേതാവായി നിൽക്കുന്നത് ആരാണ്? ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവരൊക്കെയാണല്ലോ. പക്ഷെ ഈ കെജ്രിവാളിനെ അകത്താക്കാൻ പരാതി കൊടുത്തത് ആരാണ്? ചൗധരി അനിൽകുമാർ. എന്നാണ് പരാതി കൊടുത്തത്? 2022 ജൂണിൽ. ആർക്കാണ് പരാതി കൊടുത്തത്? ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക്. ആ പരാതിയാണല്ലോ പോലീസ് അന്വേഷിക്കാൻ കൊടുത്തത്, വിജിലൻസ് അന്വേഷിക്കാൻ കൊടുത്തത്. ആ പരാതിയിന്മേലാണല്ലോ പിന്നീട് ലഫ്റ്റനന്റ് ഗവർണർ സക്സേന CBIക്ക് അന്വേഷണത്തിന് വിടുന്നത്. അതിനെ തുടർന്നാണല്ലോ ED വരുന്നതും പിടിച്ചകത്തിടുന്നതും കെജ്രിവാളിനെ. ഇപ്പൊ എന്തായി? ഇപ്പൊ കെജ്രിവാളിന്റെ ഏറ്റവും ഉറ്റ ചങ്ങാതി, നമ്മുടെ നാടൻ ഭാഷയിൽ, മുഖ്യമന്ത്രി എന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒക്കെ ചങ്ങായി ആര് മാറി? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മാറി. ഡൽഹിയിൽ റാലി നയിക്കുന്നു, മറ്റെല്ലാം നയിക്കുന്നു. അതുകൊണ്ട് തീർന്നോ? 2023 ഏപ്രിലിൽ, കഴിഞ്ഞ വർഷം ഏപ്രിലില് അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും എതിരെ ഷീലാ ദീക്ഷിതിന്റെ മകനും ഷീലാ ദീക്ഷിതിന്റെ ക്യാബിനറ്റിൽ തന്നെ ഉണ്ടായിരുന്ന 2 മന്ത്രിമാരുടെ ഒന്നിലധികം പരാതികൾ UAPA അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കെതിരെ ചുമത്തണം. അല്ല, അതൊക്കെ ശരി തന്നെയാണ്. കോൺഗ്രസ് ആയിരുന്നു ഇതിന് മുന്നിൽ നിന്നിരുന്നത് കെജ്രിവാളിനെതിരെ പരാതി കൊടുക്കുന്നതിൽ. പക്ഷേ അത് കോൺഗ്രസ് ഇപ്പോൾ ന്യായീകരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു EDയുടെ അന്വേഷണവും കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിടുന്നതും ആണ്. ഈ കെജ്രിവാളിന്റെ കാര്യത്തിൽ സോഫ്റ്റ് കോർണർ എല്ലാ സമയത്തും CPMനും ഉണ്ടായിരുന്നൊന്നുമില്ല. ആദ്യം ആപ്പിനോട് ഇപ്പോഴത്തെ ആ സമീപനമൊന്നും ആയിരുന്നില്ല CPMനും. അതുകൊണ്ട് തരാതരം പോലെ കാര്യങ്ങൾ മാറി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നവരുടെ നേർക്കുനേർ പോരാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് ഇറങ്ങിയത് ഇത്തവണയും CPMനും LDFനും രസിച്ചിട്ടില്ല. അതുകൊണ്ട് രാഹുലിനെ അറ്റാക്ക് ചെയ്യുന്നതിലാണ് സമയം കൂടുതലെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരാക്ഷേപവും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനങ്ങളിൽ ഉന്നയിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തെ കടത്തിൽ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ മതനിരപേക്ഷത അതില്ല, മതേതരത്വം തകർക്കുന്നു, ഇതൊക്കെ പറയാറുണ്ടെങ്കിലും പ്രധാനമന്ത്രിയെ പേരെടുത്ത് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് രാഹുലിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. CAA വിഷയത്തിൽ ഉൾപ്പെടെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അപ്പോൾ രാഹുലും തിരിച്ചടിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരേ ദിവസം തന്നെ രണ്ടിടങ്ങളിൽ ഒരേ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന്. ഞാൻ അതിലേക്ക് വരാം മഞ്ജുഷേ. ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം ഒന്ന് പൂർത്തിയാക്കിയിട്ട് മഞ്ജുഷ ചോദ്യത്തിലേക്ക് കൃത്യമായും വരുന്നുണ്ട്. അത് പറയാതൊന്നും പോവില്ല. പറയാതിരിക്കേണ്ട കാര്യം എന്താണെന്ന് ഇവിടെ ഞാൻ പറയുന്നതല്ല. ഈ പരാതി കൊടുത്ത 2 സെറ്റ് പരാതികൾ UAPയുടെ പരാതിയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല ED കേട്ടോ. ഇപ്പൊ ഇവര് നേരത്തെ കൊടുത്ത ചൗധരി അനിൽകുമാർ കൊടുത്ത പരാതിന്മേലാണ് ഇപ്പൊ പിടിച്ചകത്തിട്ടേക്കുന്നത്. മറ്റേ UAPയെ ചുമത്തണം, രാജ്യദ്രോഹക്കുറ്റം ചുമത്തണം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കേസുണ്ട്, അത് എടുത്തിട്ടില്ല. അപ്പൊ അന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല കോൺഗ്രസ് നേതൃത്വം, അഖിലേന്ത്യാ നേതൃത്വം, അതിന്റെ ഭാഗമായിട്ട് മറ്റെല്ലായിടത്തും ഉള്ള നേതൃത്വങ്ങൾ, BCC നേതൃത്വങ്ങൾ പറഞ്ഞത് എന്താണ്? ഒരു ഡയലോഗ് ഓർക്കുന്നില്ലേ മഞ്ജുഷ? ഓർക്കുന്നില്ലേ? BJPയുടെ B ടീമാണ് ആര്? അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ടാണത്രേ ED ഒന്നും ഈ ഡൽഹി ലിക്കർ സ്കാമിൽ ഒന്നും ചെയ്യാത്തത്. ഇന്നന്ന് രാജ്യം മുഴുവൻ മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞവരാണ് ഈ കോൺഗ്രസ് നേതാക്കൾ. ഇപ്പൊ അവർക്ക് എന്തൊരു പ്രേമമാണ്. അതിരിക്കട്ടെ, ഞാൻ അതുകൊണ്ട് നിർത്തുന്നു. ആ പ്രേമത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. കൂടുതൽ വേണമെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഇനി പിന്നാലെ പറയാം. ഇനി ഇപ്പൊ പറഞ്ഞിട്ട് താങ്കൾ ചോദിച്ച കാര്യം, ഇവിടെ രാഹുലിനെതിരെ എന്താണ് പറയാൻ? ഒറ്റ കേസിലേ പറയുന്നുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരേ ഒരു കേസിലെ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുന്നുള്ളൂ. അല്ലാതെ കോൺഗ്രസിന്റെ കാലത്ത്
2G സ്പെക്ട്രം അഴിമതി നടന്നതോ, കോൾഗേറ്റ്, കൽക്കരി കുംഭകോണമോ ഒന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇത് പറയുന്നുണ്ട്, CAA കാര്യത്തിൽ പറയുന്നുണ്ട് നിലപാടില്ലായ്മ, കോൺഗ്രസിന് നിലപാടില്ലായ്മ. കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോ എന്താണ് പറയുന്നത്? ഞാൻ അത് രാത്രി പഠിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ നേരം പഠിച്ചിട്ട് പറയാം. ഇന്ന് വരെ കോൺഗ്രസ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ CAA കാര്യത്തിൽ നിലപാട് പറയാനായിട്ട് നേരം വെളുത്തില്ല. ഇത് ഇന്ത്യയുടെ മുമ്പുള്ള വസ്തുതയല്ലേ? രാഹുൽ ഗാന്ധിയിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ പറയുന്നുണ്ട് CAA കാര്യം. അത് പ്രകടന പത്രികയിൽ CAA എന്നൊരു വാക്ക് എഴുതി ചേർത്തിട്ടില്ല എന്നതിലാണല്ലോ തർക്കം നടക്കുന്നത്. പക്ഷേ യോഗങ്ങളിൽ പറയുന്നുണ്ട്, അതാണ് പ്രഖ്യാപിത നിലപാട്. അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ CAA റദ്ദാക്കും എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടാണെന്ന് എല്ലാ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം AK ആന്റണിയും ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. പിന്നെയും ആവർത്തിച്ച് പ്രകടന പത്രികയിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രകടന പത്രിക, കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് എന്തോ ഒരു താല്പര്യം പോലെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയോട്, പ്രത്യേകിച്ച് 12ാമത്തെ പേജിനോട് വലിയ താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതിന് കോൺഗ്രസ് നേതാക്കൾ മറുപടി നൽകി കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇത് ആവർത്തിക്കുകയാണ്. അപ്പോൾ ന്യായമായ ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്, എന്തുകൊണ്ട് പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന്. കാരണം അല്ലല്ല, ED വന്നിട്ട് അറച്ചു നിൽക്കുകയാണല്ലോ. അതാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹം പറയുകയാണ് 24 മണിക്കൂറും ഞാൻ മോദിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, 24 മണിക്കൂറും പിണറായി വിജയൻ എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. ശരിയല്ലേ അത്? അല്ല, പിണറായി വിജയൻ ഈ പറയുന്ന കേസിലല്ലാതെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞില്ലെങ്കിലും രാഹുൽ ഗാന്ധി പറയുന്നുണ്ടല്ലോ എന്ന് താങ്കൾ പറഞ്ഞു. അത് പിന്നെ എന്തിനാണ് മഞ്ജുഷ അതിന്റെ അവരുടെ കോൺഗ്രസിന്റെ വക്കാലത്ത് മഞ്ജുഷിനെ എടുക്കേണ്ട കാര്യമില്ല. കാര്യം മഞ്ജുഷാണ് ഈ ചർച്ചയുടെ ലീഡർ. അപ്പൊ പിന്നെ വക്കാലത്ത് എടുക്കേണ്ട അത് പറഞ്ഞിട്ടും ബോധ്യമാകാതെ അതേ വിഷയത്തിൽ തന്നെ തൂങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ തിരിച്ച് കാര്യങ്ങൾ പറയുവാൻ കോൺഗ്രസിനും പറ്റും, രാഹുലിനും ആ ചോദ്യം ചോദിക്കാൻ പറ്റും. കാരണം അത്തരം കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. EDയുടെ അന്വേഷണം, CBIയുടെ അന്വേഷണം, ഇതൊക്കെ എവിടെ വരെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അത് ന്യായമുള്ളതാണ്. അല്ല, കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനോടും അതിൽപ്പെട്ട പ്രത്യേകമായി പറഞ്ഞാൽ അതിൽപ്പെട്ട ലത്തീൻ സഭാ നേതൃത്വത്തിനോട് പറഞ്ഞു കൊടുത്താൽ മതി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ മാസികയിലും പത്രത്തിലും ഒക്കെ എഴുതി നടക്കുന്നത്? CAA പിന്നെ അതിനെക്കുറിച്ച് മാനിഫെസ്റ്റോ ഇല്ലെങ്കിൽ എന്താ? അദ്ദേഹം എല്ലാ പ്രസംഗങ്ങളും പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ ബുദ്ധിപ്പെടുത്തിയാൽ മതി തന്നെ. എനിക്ക് തർക്കമൊന്നുമില്ല, പിണറായി വിജയനും തർക്കിക്കാൻ വരില്ല. ഇത് പിന്നെ ന്യൂനപക്ഷ സമുദായ നേതൃത്വങ്ങളെ, മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിക്കോളൂ. ക്രൈസ്തവ സഭാ നേതൃത്വം ഉണ്ടല്ലോ, അവരാണ് ബോധ്യപ്പെടുത്തിയാൽ മതി. അവരെന്താ വീണ്ടും ഇന്നലെ അടക്കം എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താ? ഈ CAA കാര്യത്തിൽ നിലപാടില്ലായ്മ കോൺഗ്രസ് കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനമാണെന്നുള്ള അവർ പറയുന്നുണ്ടല്ലോ. അതെങ്കിലും മനസ്സിലാക്കട്ടെ അവരെ. ഇപ്പം ഞാൻ മനസ്സിലാക്കാൻ നടക്കുന്നില്ല. ഇതെല്ലാം പറയുന്നു രാജീവന്റെ ആവർത്തിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ ബോധ്യപ്പെടേണ്ട സമുദായങ്ങൾക്ക് അത് ബോധ്യപ്പെടാത്തതിന്റെ